ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് പെസഹ വ്യാഴമാണ് കേട്ടോ. അപ്പോൾ പെസഹ വ്യാഴമായിട്ട് നമ്മൾ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. ഇനി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി രാജകുമാരി പോവാണ്. അതുപോലെ ആദ്യം നിന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. വന്നിട്ട് വേണം നമുക്ക് പെസഹയ്ക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഓട്ടോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ വരുമായിരിക്കും. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം കേട്ടോ. മുളക് പൊടി ഏലക്ക ഇവിടെ ഇന്നത്തെ ഏലക്ക അത് ഏലക്ക അല്ലടാ, പെരുംജീരകം. വാ ഇങ്ങോട്ട്. ഇങ്ങനത്തെ സോപ്പ് കണ്ടിട്ടില്ലേ? ഒക്കെ വലിയ സോപ്പാ. അങ്ങോട്ട് മേടിക്കാം. കുളി സോപ്പ് ഇടാ, കുളിക്കുന്ന സോപ്പ് ഇടും. ലെക്സ് ഇതട്, ലെക്സ് പോലെ 60 രൂപ പറഞ്ഞില്ലേ? താരല്ലേ എടുത്ത് ചേട്ടാ. ഇവിടുന്ന് വെളുത്തിട്ട് ചേട്ടാ ആശുപത്രിയിലും കൂടെ ഒന്ന് പോണേ. 10 മിനിറ്റ് കാര്യമുള്ളൂ. ഇതിനും കൂടെ മേടിക്കട്ടെ. ഒരു മിനിറ്റ് ചേച്ചി, ഒരു 1/4 കിലോ. അര മതി. വേറെ കറിവേപ്പില വെച്ചേരേ. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ട ശേഷം ആദ്യമൊക്കെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇഞ്ചക്ഷൻ റൂമിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ചെറിയ പേടിയൊക്കെ ഉണ്ട്. ആൾ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയും കുത്തിക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വേനയില്ലായിരുന്നു. അവനൊരു വേനയില്ലട്ടോ. അവന് പേടിയൊന്നുമില്ലാത്ത ബ്രേവ് ബോയിയാണ്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടതൊന്നും ഇല്ലായിരുന്നു. ശർക്കര പോലുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങണം വീട്ടിൽ അവിടെ ചെന്നിട്ട്. ഓക്കെ. ഞാനിവിടെ വന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ മെറീന ചേച്ചി കുറേ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസങ്ങളായിട്ട് ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അയ്യോ
സ്പീഡ് നടന്നോട്ടോ കിതയ്ക്കുന്നുണ്ടേ. അയ്യോ ഒരു മിനിറ്റ്. അപ്പോൾ ചേച്ചി കുറേ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ സമയം പോലെ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്തോ പനിയിലാണേ. എന്താണ് അമ്മ പനി? ഉഴുന്ന് വറുക്കും. നമ്മുടെ അപ്പം ഉണ്ടാക്കാനുള്ള ഉഴുന്ന് വറുക്കൊണ്ടിരിക്കാം കേട്ടോ അമ്മ. ഞാൻ വിളക്കാം. അടി പിടിക്കൂല്ലേ? അടി പിടിക്കാൻ മീൻസ് കരി വരെയെന്ന് ചോദിച്ചത്. ചിലത് കരിഞ്ഞില്ലാവോ? നന്നായിട്ട് മൂത്ത് ചുമല കളറായിട്ട് വരണേ. ഞങ്ങളിവിടെ സാധാരണ പുഴുങ്ങുന്നില്ല, ഞങ്ങൾ ചൂടുവാണ് ചെയ്യുന്നത്. നല്ലപോലെ ഇത് ആയിട്ടുണ്ട് കേട്ടോ, ചുമല കളറായി. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി വെള്ളം ഒഴിച്ച് വെക്കണം. വെള്ളം ഒഴിച്ചിട്ട് പൊടിച്ചല്ല, ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കും. പയ്യൊന്ന് അരഞ്ഞെടുത്താൽ ഒരു അടി എടുത്താൽ മതി. ഇതിവിടെ കിടന്ന് തണുക്കോ ചൂട് പോകാൻ നോക്കി. ഇനി ഇത് കുതിരണം. അവിടെ കുതിരുമ്പോഴത്തേക്ക് നമുക്കിവിടെ വേറെ എന്നാ പരിപാടി? ചോറ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ അരി പൊടിക്കാൻ കേട്ടോ. നമ്മൾ സാധാരണ അരി പൊടിക്കുന്ന രാജക്കാട് അല്ലെങ്കിൽ രാജുമാരിലൊക്കെ കൊണ്ടുപോയാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം ഒന്നിനും സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കും കേട്ടോ. മിക്സിയിൽ അടിച്ചെടുക്കണം. ആദ്യം ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ടാവും ഇനി അടുത്ത പരിപാടി അല്ലേ? ഓക്കേ. ഇതാണ് ഉണക്കലരി. നമ്മൾ ഉണക്കലരി കൊണ്ടാട്ടോ ഉണ്ടാക്കുന്നത്. പണ്ടുവരെ നമ്മൾ ഉണക്കലരി കൊണ്ട് ഉണ്ടാക്കുന്നത്. അതിനാണ് ടേസ്റ്റ് ഉള്ളത് കേട്ടോ, അല്ലേ അമ്മ? മറ്റേ പച്ചരിയും കൊണ്ട് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ലെന്നല്ല, അതിന് ഇച്ചിരി അധികം ടേസ്റ്റ് ഇല്ല. നമുക്ക് എപ്പോഴും ഉണക്കലരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ഞങ്ങളിതങ്ങ് അരച്ചെടുക്കട്ടെ കേട്ടോ. 2 കിലോയോളം അരി എടുത്തിട്ടുണ്ടേ. കാണിച്ച് പൊടിച്ച്. അതുകൊണ്ട് ഇത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് പൊടിച്ചല്ലോ, സൂപ്പർ. ഓ അടുത്തത് ഉഴുന്നരിക്ക. അപ്പം ഇത് ഇതുപോലെ അരഞ്ഞു വന്നാൽ മതി കേട്ടോ. ഉറുങ്ങി വന്നാൽ മതിയേ. അരി അരച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ അരി അരച്ചു. പിന്നെ ഉഴുന്നത് ഈ ഒരു പാകത്തിന് മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് അരച്ചിട്ട് ഇങ്ങനെ ഞുറുങ്ങി വരണം. അപ്പം ഇതുപോലെ അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്തേക്ക് ജീരകം, വെളുത്തുള്ളി എത്ര പറഞ്ഞ എന്തി ബാക്കി ഇട്ടോ. അപ്പോൾ അത് വെളുത്തുള്ളി കഴുകിയെടുത്ത് അരിഞ്ഞിട്ട് പിന്നെ ജീരകം ഇതെല്ലാം കൂടി ഇട്ട് അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് വേണ്ടത് എന്താണ്? തേങ്ങ. അപ്പോൾ നമ്മളൊരു 2 കിലോളം അരി എടുത്തിട്ടുണ്ട്. പിന്നെ എത്ര ഉഴുന്ന് എത്ര എടുത്തേ? 3/4 കിലോ ഉഴുന്നെടുത്തു. പിന്നെ ജീരകം, വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ അടുത്ത് 4 തേങ്ങ എടുത്തേക്കും. നമ്മൾ എത്ര തേങ്ങ എടുക്കുന്നോ അത്രയും ടേസ്റ്റ് ചെയ്യും. പിന്നെ ഒത്തിരി എടുക്കണ്ട, ഒരു 4 മുതൽ എത്ര ആയാലും ഒരു 6 8 വരെയൊക്കെ എടുക്കാം. ഇപ്പം 4 വരെ എടുത്തിട്ടുള്ളൂ. 4 മതി, അത്യാവശ്യം ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ അമ്മച്ചി ഇതേ നമുക്കിത് പൊട്ടിച്ചരാൻ പറ്റും. ഞാൻ പൊട്ടിക്കാം. വെള്ളം വേണ്ട ഇല്ലേ? അപ്പോൾ ഇതിൻ്റെ ആരൊക്കെ മാറ്റിയിട്ട് വെള്ളം കൊടുക്കണം കേട്ടോ. കപ്പ് ദേ ഇതിലേക്ക് ഒഴിക്കാം. ഇതിലിടാം, ഒഴിക്കാം. ഇതൊക്കെയുണ്ടോ? അതുണ്ടോ? ഒരു മുറി തരങ്ങി ഞാൻ വേഗം കൊത്തി ചെല്ലിമാല. നമുക്ക് ഇതിൻ്റെ വെള്ളം വേണം കേട്ടോ, അതിൻ്റെ അകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടേ. ഇത് വലിയ തേങ്ങയായിരുന്നു, ഉള്ളു അത്യാവശ്യമുള്ള തേങ്ങ കേട്ടോ. ഞാനിപ്പോൾ അമ്മച്ചി അത് കൊത്തുമ്പോഴത്തേക്കും ഇതെല്ലാം പൊട്ടിച്ച് ചിരണ്ടി വെക്കട്ടെ. അമ്മ കൊത്തുമ്പോഴത്തേക്കും എന്തായാലും ചിരണ്ടില്ല. പിന്നെ പാല് കാച്ചാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് 2-3 കിലോ തേങ്ങയാണേ. ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇടാനായിട്ട്. ഇനി നമുക്കിത് ചിരണ്ടാം. അങ്ങനെ തേങ്ങ ഇരണ്ടാൻ പോവാ കേട്ടോ.
പണ്ട് മുതലേ എനിക്ക് അത്യാവശ്യം അറിവ് വെച്ചോളൂ മുതലേ ഞാനാണ് വീട്ടിൽ തേങ്ങ ഇടുന്നത്. എന്ത് പരിപാടിക്ക് ചിരണ്ടി തുടങ്ങാം കേട്ടോ. നമ്മൾ പയ്യെ ചിരണ്ടി എടുക്കണം. എന്നാ വേണ്ടേ? മറ്റേ പിച്ചാത്തി 2 പിച്ചാത്തി ഉണ്ടാകുന്നു. അതങ്ങനെ കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്നാ സാധനം എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കാണുകയില്ല. പയ്യെ ഓക്കെ. തേങ്ങ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നും തേങ്ങ കാര്യമാണ്. അപ്പോൾ ഏതായാലും ഞാൻ വേഗം ചിരണ്ടി എടുക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ ചിരണ്ടിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ട. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ചിരണ്ടി എടുത്തിട്ട് ബാക്കി എന്താണ് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ വർഷവും നമ്മൾ നല്ല അടിപൊളിയായിട്ട് പെസഹയൊക്കെ ആഘോഷിച്ചു. എവിടെയായിരുന്നെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല നല്ല രീതിയിൽ ആഘോഷിച്ചു. നമുക്ക് ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവർക്ക് ഒരു സന്തോഷം കൊടുക്കുക എന്ന് പറയുന്നതല്ലേ നമുക്ക് സന്തോഷം. അപ്പോൾ ലിജിമോള് ഒക്കെ ഇനി ഈസ്റ്ററിനാ വരത്തുള്ളൂ. അവർ ഇന്ന് വരണമെന്ന് പറഞ്ഞിരുന്ന കേട്ടോ, ഇന്നലെ. അപ്പോൾ ഈസ്റ്ററിനാ വരത്തുള്ളൂ. പിന്നെ ലിജിമോളും കുഞ്ഞും ആദ്യമൊക്കെ ഉണ്ടല്ലോ. ഒരു തേങ്ങ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ പയ്യെ സ്പൂൺ വെച്ച് ചിരണ്ടി എടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ചിരട്ടയൊക്കെ നമ്മൾ ഈ ചിരണ്ടുന്ന കൂടത്തിൽ വരും. വെറുതെ കളയാൻ പാടില്ല. തേങ്ങയ്ക്ക് ഇപ്പം എന്നാ റേറ്റ്. അടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചിരണ്ടട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. തേങ്ങ നല്ലപോലെ നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കാണുന്ന ചെറിയ കൊത്തുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് മാറ്റണം. പിന്നെ അതേ അമ്മച്ചി തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വറുത്തെടുക്കണം കേട്ടോ എണ്ണയിൽ. അപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുക, തേങ്ങ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ അത്യാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ അധികം ഒഴിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അപ്പം ചുടുമ്പോൾ ഈ എണ്ണ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനൊരു തേങ്ങക്കൊത്ത് ഇട്ട് നോക്കിയിട്ടുണ്ട് ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടായിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെ, ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടുള്ള നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതാമേ നേരത്തെ എടുക്കണ്ടായിരുന്നു. നന്നായിട്ട് കരവേലോ തോണ്ടി എടുക്കണം. ഒരുവിധം ആയി വരുന്നുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വരുന്നുണ്ട് നോക്ക്. ചൂടായ പോരെ, ചുമന്നാ പോരെ. നോക്കി ഇതിൻ്റെ അകത്തേക്കാണോ കരുവേപ്പില ഇടണ്ടേ? ഇതാകുമ്പോൾ കൊണ്ട് വെച്ചു. അതാണ് കറിവേപ്പില. കറിവേപ്പില പിന്നെ ഇത് വറക്കുന്ന കൊടുത്ത് നമുക്ക് നല്ല ഇളക്കണം കേട്ടോ. കുറച്ചുകൂടെ ആവട്ടെ കേട്ടോ. ഇടുന്നത് തേങ്ങ കടിക്കാനാണ് ടേസ്റ്റ് അല്ലേ. ശരിക്കും ചുമന്ന് തന്നെ കരിയാൻ പാടില്ല.
കടുക് വറുക്കുന്നവരുണ്ടല്ലേ അമ്മ? കടുക് പൊടിക്കുന്നവരുണ്ട്, മഞ്ഞൾ ചേർക്കുന്നുണ്ട്. പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമില്ല. നല്ല ടേസ്റ്റ് ഒക്കെ കേട്ടോ. പോരെ പോരാൻ പോകണം കേട്ടോ. ഇനി കൂടിയെടുക്കാം, ഇറക്കി വെച്ചിട്ട് പോരാൻ കത്തിപ്പോ കോരിയെടുക്കും. അടിപൊളിയായിട്ട് എടുക്കണം. നല്ലതുപോലെ ചുമന്ന് വന്ന കേട്ടോ. എന്നിട്ട് ഈ എണ്ണ നമുക്ക് പാത്രത്തിൽ ഊറ്റി വയ്ക്കുക. ഇത് തുടച്ചിട്ടാണ് നമ്മൾ ഇത് കൊണ്ട് തൂത്താണ് ഉണ്ടാക്കി നിർന്നത്. അമ്മ അങ്ങനെ തേങ്ങയ്ക്കകത്തേക്ക് അത് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ അരച്ച് വെച്ച ഉഴുന്നിൻ്റെ അകത്തേക്ക്, ഉഴുന്നും അരി, ഈ രണ്ടിൻ്റെ അകത്തേക്ക് ഇത് തേങ്ങയും അത് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടത്. അത് കൊത്ത് ഇളക്കുമ്പോൾ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതിയല്ലേ. കലത്തിൽ കൊള്ളൂലേ അമ്മേ? കുഴയ്ക്കാൻ പോവാണ് കേട്ടോ. ഉപ്പിടണ്ടേ? ആ, ഉപ്പിടണം. ഉപ്പിടണ്ടേ? അത് തന്നെ, ഉപ്പിടണം കേട്ടോ. പഠിക്കണം. അതെ, ആവശ്യത്തിനുള്ള ഉപ്പിടുവാണേ. ഉടുപ്പോ? ഉപ്പ് ആവശ്യത്തിനുള്ള ഉടുപ്പ് 1 2 മതി. തേങ്ങയില്ലെങ്കിൽ കൂടിയില്ല എന്നൊരു പിടുത്തം. ഇതേ തേങ്ങാവെള്ളം ഇല്ലേ, അത് അരിച്ചൊഴിക്കുവാണേ. പൊടി വീഴാതെ, പൊടിയാവാതെ തേങ്ങാവെള്ളം ഇങ്ങനെ അരിച്ചൊഴിക്കണം കേട്ടോ. വെള്ളം ഒഴിക്കാൻ പോവാണേ. എന്ത് ചെയ്യാൻ പോവാ? വെള്ളം ഒഴിച്ച് ഇളക്കാം. അതെ, വെള്ളം ഒഴിച്ച് ഇളക്കാൻ പോകട്ടെ. വെള്ളം ഒഴിച്ചു. കുഴച്ച് നോക്കി അങ്ങനെയുള്ളത്. വെള്ളം വേണമെങ്കിൽ സാധനത്തിന് ഒത്തിരി വെള്ളം പാടില്ല, മറ്റപ്പം പോലെ ഉണ്ടാക്കാൻ പാടില്ല. ഉണ്ടോ? ആ, ഇനി ഒന്നോടെ കിടപ്പില്ലേ? ഇല്ല, അതും ചീത്തയായി. പക്ഷെ അത് മിഞ്ഞാന്ന് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളെടുത്ത് നോക്കടി പിള്ളേരൊന്നും. സപ്പോട്ട വാങ്ങിയത് കേടായി പോയിട്ടോ, അതാണ് ഇവർ പറയുന്നത്. നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി എടുക്കണേ, നല്ലതുപോലെ ഇളക്കണം. ബാക്കി ഉണ്ടായിരുന്ന തേങ്ങ പറഞ്ഞുണ്ടാവോ ഇത് കാണു പോയിട്ടുണ്ടോ? അത് തന്നെ, ബാക്കി തേങ്ങ കൂടെ അമ്മ ഇടും കേട്ടോ. നല്ലതുപോലെ ഇളക്കണം. അത് അടിപൊളിയായിട്ട് നമ്മുടെ അപ്പത്തിൻ്റെ റെഡി ആയിട്ടുണ്ട്, കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ? റെഡി മമ്മി? അമ്മ റെഡി ആയിരിക്കുകയാണ്. അപ്പം ഞാൻ കുറേ ഒന്ന് ഇളക്കി കൊടുത്തത്. ഇളക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. കാണിച്ചാൽ നോക്കട്ടെ. കൊള്ളാം, ഇങ്ങനെ വരും കേട്ടോ. കണ്ട, ഇങ്ങനെ വരുവേ. വെള്ളം പാടില്ല. അതെ, വെള്ളമൊന്നും പാടില്ല. അപ്പോൾ ദേ നമ്മൾ ആദ്യം തേങ്ങ വറുത്ത ആ ഇണ്ടാര്യത്തിന് ചട്ടിയിലേക്ക് തന്നെ അപ്പത്തിൻ്റെ ഇത് ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ കഴിച്ചു കൊടുക്കുക. വലിയതാണ് ചുടുന്നത്. അതെ, വീട്ടിലെല്ലാവർക്കും ഒരപ്പത്തിൽ തന്നെ ആദ്യം തിന്നാൻ വേണ്ടിയിട്ടാണ് വലുത് വെച്ച് വലുതായിട്ട് ചുട്ടെടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇച്ചിരി കട്ടിക്ക് ഇച്ചിരി വലുതായിട്ട് ഇങ്ങനെ എന്നിട്ട് പരത്തി കൊടുക്കുക. ലാസ്റ്റ് ഒരു പകുതിയൊക്കെ ആകുമ്പോൾ നമ്മൾ കുരിശപ്പം ഉണ്ടാക്കും. അതെ, ഇനി ഇതും കൂടെ കഴിഞ്ഞ് നമുക്ക് എടുത്തു കഴിഞ്ഞ് പിന്നെ കുരിശപ്പം ഇടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇനി കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ. ഒരപ്പം വേവാൻ എത്ര സമയം എടുക്കുമേ? അരമണിക്കൂർ എടുക്കും കേട്ടോ. ശരിക്കും ഉണങ്ങണം. ഉണങ്ങി
എന്തുട്ടാണ് കയറണതാ? ഇത്രയും വലുത് ആയിട്ടാണ് ചുട്ടേക്കുന്നത് കേട്ടോ. നീ ഇതിങ്ങനെ വെച്ച് വരുന്നില്ല വെച്ചിട്ട് തട്ടി വെക്കുവേ. ഈ ചട്ടിക്കകത്ത് ഞങ്ങൾ കനലിടുന്നതാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. എന്നിട്ട് കനല് എന്നിട്ടപ്പം താഴെ മറിച്ചിട്ടുണ്ടാ അപ്പങ്ങളിതേ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് കുരിശപ്പം ഇടാൻ പോവാണ് കേട്ടോ. ഫൈനലി ഇതേ അമ്മ കുരിശപ്പം ചുട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 3-4 ചപ്പം ചുട്ടതിന് ശേഷമാണ് കുരിശപ്പം ഇട്ടേക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വേവണം. അപ്പം എന്നിട്ട് നമുക്ക് പാല് കൊടുക്കാം. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കി കുരിശപ്പമാണ്. പിന്നെ 2-3 അപ്പം കൂടെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പ്രാർത്ഥിച്ചു ശേഷം ദേ അമ്മച്ചി അപ്പം മുറിക്കാൻ പോവാം. അമ്മ അങ്ങനെ ദേ അപ്പം കണ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പാലും കൂടെ എടുത്തുകൊണ്ട് തരാം. ഇതാണ് ആ പാല് കേട്ടോ. പാലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും കാണിക്കാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയപ്പോൾ കാണിച്ചിട്ടുണ്ടാവും. പിന്നെ കുറച്ച് തിരക്കൊക്കെയാണ് ഇതുണ്ടാക്കുന്നത് കാണിക്കാൻ പറ്റാത്തതുണ്ട്. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ പെസഹാദേ നമ്മൾ പാലും അപ്പമൊക്കെ മുറിച്ച് ആഘോഷിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ താഴെ തറവാട്ടിലൊക്കെ പോയി അപ്പമൊക്കെ കൊടുത്തു. ഞങ്ങൾ ഇവിടെയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അപ്പം കൊടുത്തു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് അതേ തിരിച്ച് അപ്പം തന്നു വിട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെയാണ് എല്ലാ വർഷവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും. ഇവിടെ താഴെ വീട്ടിൽ ഉണ്ടാക്കുന്നത് ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ്. കാണിച്ചു തരാവേ കണ്ടോ. ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് താഴെ ഉണ്ടാക്കുന്നത്. അത് നല്ല ടേസ്റ്റാണ്. പക്ഷെ എനിക്ക് ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളങ്ങനെ ഉള്ളി ഇടാറില്ല കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ പെസഹ എന്തായാലും നല്ല രീതിയിൽ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ഞാൻ പോയി കുളിക്കണം, കിടന്നുറങ്ങണം. അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി പണികളായിരുന്നു. അത് എന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ അത്ര ഡള്ളായിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.